ഈ പാതയുടെ ടെർമിനൽ സ്റ്റേഷനായ മംഗലാപുരത്തെ അതിൻ്റെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഭൂമികയിൽ നിന്നും മാറ്റിയിട്ട് മൈസൂരിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ഹൃദയം അല്ലെങ്കിൽ ഒരു തല കട്ട് ചെയ്ത് വേറൊരു ഭാഗത്തേക്ക് പിടിപ്പിക്കുന്ന മാതിരിയുള്ള ഒരു പരിപാടിയാണ്. ആ സമയത്ത് മൈസൂരിനോ ബാംഗ്ലൂരിനോ ഒന്നും മംഗലാപുരവുമായിട്ട് തീവണ്ടി ഗതാഗത ബന്ധം ഉണ്ടായിരുന്നില്ല. മൈസൂർ ഡിവിഷൻ എന്ന സംഗതി പോലും അന്നുണ്ടായിരുന്നില്ല. തീവണ്ടിക്ക് ബോംബ് വെച്ച സംഭവങ്ങളുണ്ട്. തീവണ്ടിയുടെ കലുങ്കുകൾ പാലങ്ങൾ ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. 42 ഉണ്ടായിട്ടുണ്ട്. കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്ന സംഭവം അതാണ്. ആ തരത്തിലുള്ള നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനങ്ങൾ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ട്, യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ടുള്ള കോലാഹലങ്ങൾ കൂട്ടിയിട്ട് ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മംഗലാപുരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തീവണ്ടി സ്റ്റേഷൻ മറ്റൊരു ഡിവിഷനിലേക്ക്, അതായത് മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റി കൊടുക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ഇത് സാധാരണ നിലയിലുള്ള ഒരു ആഭ്യന്തരമായിട്ടുള്ള വിഷയം മാത്രമല്ല. വലിയ തോതിൽ മലബാറിലെ ജനങ്ങൾക്കിടയിൽ, മലബാറിലെ രാഷ്ട്രീയക്കാർക്കിടയിൽ, മലബാറിലെ വിദ്യാഭ്യാസ സാമൂഹിക വാണിജ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ ഉത്കണ്ഠയുണ്ടാക്കിയൊരു വാർത്തയാണിത്. കാരണം മംഗലാപുരം റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉള്ളാൾ മുതൽ വടക്കോട്ടുള്ള എല്ലാ തീവണ്ടി പാതകളും പൂർണ്ണമായും നേരത്തെ ഉണ്ടായിരുന്ന പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റിയിട്ട് മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റി കൊടുക്കുന്നു. സാധാരണ നോക്കുമ്പോൾ അതിനകത്ത് ആളുകൾ അത്ഭുതപ്പെടും. എന്തുകൊണ്ടാണ് അത് മലബാറിൽ ഇത്രയേറെ ഒരു പ്രതികരണം ഉണ്ടാക്കുന്നത്? ഒരു ചോദ്യം സ്വാഭാവികമാണ്. കാരണം കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് മൈസൂർ, കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് മംഗലാപുരം. ഈ പറയുന്ന മാറ്റി കൊടുക്കുന്ന പ്രദേശങ്ങളിൽ മഹാഭൂരിപക്ഷവും കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ റെയിൽവേ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ പ്രോപ്പർട്ടിയല്ല, ഒരു ദേശീയമായിട്ടുള്ള അസറ്റാണ്. മാത്രമല്ല, റെയിൽവേ വികസനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമല്ല, അതിനു മുമ്പ് ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് 1850 മുതലുള്ള ഒരു ചരിത്രം ഇന്ത്യൻ റെയിൽവേക്കുണ്ട്. ആ ചരിത്രത്തിൽ മലബാറിലൂടെ പോകുന്ന തീവണ്ടി പാതയുടെ അവസാനം അതിന് ടെർമിനൽ സ്റ്റേഷനായിട്ട് നിന്നതാണ് മംഗലാപുരം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ സമയത്ത് മൈസൂരിനോ ബാംഗ്ലൂരിനോ ഒന്നും മംഗലാപുരവുമായിട്ട് തീവണ്ടി ഗതാഗത ബന്ധം ഉണ്ടായിരുന്നില്ല. മൈസൂർ ഡിവിഷൻ എന്ന ഒരു സംഗതി പോലും അന്നുണ്ടായിരുന്നില്ല. കാരണം മൈസൂർ എന്ന് പറയുന്നത് ഒരു നാട്ടുരാജ്യമായിരുന്നു. ആദ്യം ഹൈദരാലിയും പിന്നീട് ടിപ്പു സുൽത്താനും പിന്നീട് ബ്രിട്ടീഷുകാർ ആ ടിപ്പു സുൽത്താനെ വധിച്ചതിന് ശേഷം അത് ബ്രിട്ടീഷ് ഭരണത്തിൽ വന്നു. വോഡയാറിനെ, നേരത്തെ ഉണ്ടായിരുന്ന വോഡയാർ ഭരണാധികാരിയെ അവർ വീണ്ടും അവിടെ നിയമിക്കുകയുണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് മൈസൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യവും ഈ തീവണ്ടി ഗതാഗതവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് മദിരാശി സംസ്ഥാനം എന്ന് പറയുന്ന വളരെ വിശാലമായിട്ടുള്ള കൊളോണിയൽ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മദിരാശിയിൽ നിന്നും മലബാറിലൂടെ വടക്കോട്ട് പോയ തീവണ്ടി പാതയാണ് ഈ പറയുന്ന മംഗലാപുരത്ത് വെച്ച് അവസാനിച്ചത്. ഏതാണ്ട് ഒരു 100-150 കൊല്ലത്തിന് ശേഷം 1990-കളിൽ കൊങ്കൺ പാത വരുന്നത് വരെ മംഗലാപുരം തന്നെയാണ് ഒരു ടെർമിനൽ സ്റ്റേഷനായി നിന്നത്. പിന്നീടാണ് കൊങ്കൺ പാത വന്നതിന് ശേഷമാണ് ഗോവ വഴി വടക്കോട്ട് തീവണ്ടി പാതകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 1845 മദ്രാസ് റെയിൽവേ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി സ്ഥാപിച്ചുകൊണ്ടാണ് ഈ മദ്രാസ് സംസ്ഥാനത്ത് റെയിൽ ഗതാഗതം ശക്തിപ്പെടുത്തിയത്. അത് കൊളോണിയൽ ഭരണാധികാരികളുടെ ആവശ്യത്തിന് ഭാഗമായിരുന്നു. കാരണം ചരക്കുകൾ വിവിധ പ്രദേശങ്ങളിൽ ചരക്കുകൾ കപ്പലുകളിൽ കയറ്റാൻ കൊണ്ടുപോകണമെങ്കിൽ, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് അവർ തയ്യാറാക്കിയ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വിവിധ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യണമെങ്കിൽ, അവരുടെ കൊളോണിയൽ ലാഭം മാക്സിമം ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്നുള്ള ചരക്ക് ഗതാഗതം ആവശ്യമാണ്. അതുപോലെ തന്നെ എവിടെ കലാപങ്ങൾ വരുന്നോ, എവിടെ ജനങ്ങൾ സംഘർഷമുണ്ടാക്കുന്നോ അവിടെയൊക്കെ അതിനടിച്ചമർത്താൻ വിവിധ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സേനാവ്യൂഹങ്ങളെ ആ പ്രദേശങ്ങളിൽ എത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനമായിരുന്നു. അതുകൊണ്ട് ഈ ചരക്ക് കടത്തൽ എന്ന് പറയുന്ന തങ്ങളുടെ സാമ്പത്തിക ആവശ്യത്തിനും തങ്ങൾക്കെതിരായിട്ട് വരുന്ന ഓരോ കലാപത്തെയും അടിച്ചമർത്താൻ വേണ്ടിയുള്ള സൈനിക നീക്കത്തിനും വേണ്ടിയാണ്
യഥാർത്ഥത്തിൽ ഈ കൊളോണിയൽ ഭരണകൂടം തീവണ്ടിപ്പാതകൾ മാത്രമല്ല കമ്പിത്തപാലും ആരംഭിച്ചത്. കമ്പിത്തപാലിൻ്റെ കാര്യം ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് വാണിജ്യ വിവരങ്ങൾ അറിയിക്കാൻ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ അസ്വസ്ഥതകളെ സംബന്ധിച്ച ഭരണപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള വിവരങ്ങൾ അറിയാനും ഉത്തരവുകൾ കൊടുക്കാനും കമ്പിത്തപാലും വളരെ പ്രയോജനം. അതുകൊണ്ടാണ് 1857 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് അന്ന് ലണ്ടനിൽ ഉണ്ടായിരുന്ന കാൾ മാർക്സ് ന്യൂയോർക്ക് ഡെയിലി ഹെറാൾഡ് ട്രിബ്യൂൺ എന്ന് പറയുന്ന പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, ഒരു സീരീസ് ഓഫ് ലേഖനങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അക്കാലത്ത് ഇന്ത്യയെക്കുറിച്ച്. അതിൽ പറയുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് തീവണ്ടിപ്പാതയും കമ്പിത്തപാലും ആരംഭിച്ചത്. പക്ഷേ ഈ തീവണ്ടിയും കമ്പിത്തപാലും ഇന്ത്യയെ വലിയ മാറ്റത്തിന് വിധേയമാക്കും, ഇന്ത്യയെ ആധുനിക സമൂഹത്തിൻ്റെ ഭാഗമാക്കും, ആഗോള വിപണിയുടെ ഭാഗമാക്കും. അതുകൊണ്ട് അന്തിമമായിട്ട് ബ്രിട്ടീഷ് ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ലോകവിപണിയുടെ ഭാഗമാക്കി മാറ്റുന്നതിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ തീവണ്ടി ഗതാഗതവും കമ്പിത്തപാലും വരുന്നത് എന്ന് അദ്ദേഹം അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 1850കളിൽ ഇങ്ങനെ ആരംഭിച്ച തീവണ്ടി ഗതാഗതം 1880കളോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ആ തീവണ്ടിപ്പാത പാലക്കാട് വഴി മലബാറിലേക്ക് എത്തുന്നത്. അന്നും 1880കളിൽ മലബാറിലേക്ക് വന്ന പാത കോഴിക്കോട് വരെ എത്തിയിരുന്നില്ല. അത് പാലക്കാട് വന്നിട്ട് ചാലിയാറിൻ്റെ തീരത്ത് ചാലിയത്ത് അവസാനിക്കേണ്ടായിരുന്നു. ചാലിയമായിരുന്നു അന്നത്തെ ടെർമിനൽ സ്റ്റേഷൻ. കാരണം ചാലിയത്ത് നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഫറൂഖ് വഴിക്ക് പാലം വേണം, ചാലിയാറിന് പാലം കെട്ടണം. ആ പാലം കെട്ടിക്കൊണ്ട് കോഴിക്കോട് നഗരത്തിലേക്ക് തീവണ്ടി ഗതാഗതം എത്തുന്നത് 1888ലാണ്. പിന്നീട് 1888 ശേഷം വടക്കോട്ടുള്ള ഗതാഗതം വടകരയ്ക്ക് വന്നു, പിന്നീട് തലശ്ശേരിക്ക് വന്നു, തലശ്ശേരിയിൽ നിന്ന് കാസർഗോട്ടേക്ക് എത്തി, കാസർഗോട്ടിൽ നിന്ന് മംഗലാപുരത്തേക്ക് എത്തി എന്നുള്ളത്. അത് 1907 ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മദിരാശിയിൽ നിന്നും പാലക്കാട് വഴി കോഴിക്കോട്ടെത്തി, കണ്ണൂർ വഴി കാസർഗോഡ് വഴി മംഗലാപുരത്തേക്കുള്ള തീവണ്ടി ഗതാഗതം പൂർണ്ണമായിട്ടും ആരംഭിക്കുന്നത്. അപ്പം അതൊരു ദീർഘകാല പ്രക്രിയയുടെ ഭാഗമാണ്. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനങ്ങൾ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ട്, യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ടുള്ള കോലാഹലങ്ങൾ കൂട്ടിയിട്ടുണ്ട്, സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ തന്നെ മംഗലാപുരം ഒരു ടെർമിനൽ സ്റ്റേഷൻ എന്ന നിലയിലാണ് മംഗലാപുരത്തിന് പ്രാധാന്യമുണ്ടായിരുന്നത്. ഈ വിശാലമായ പ്രദേശത്തുകൂടി പഴയ കൊളോണിയൽ മലബാറിൻ്റെ ഹൃദയഭൂമിയിലൂടെ നിരന്തരമായിട്ട് യാത്ര ചെയ്യാൻ ഉള്ള സൗകര്യങ്ങൾ നൽകുന്ന ഒരു പാതയായിരുന്നു മദിരാശി മുതൽ മംഗലാപുരം വരെയുള്ള പാത. അതാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിൽ ഒന്നായിട്ട് നിലനിന്നത്. പ്രത്യേകിച്ച് മലബാറിലെ പിന്നോക്ക പ്രദേശങ്ങളുടെ വികസനത്തിൽ ആ പാത വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ പാതയുടെ ടെർമിനൽ സ്റ്റേഷനായ മംഗലാപുരത്തെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഭൂമികയിൽ നിന്നും മാറ്റിയിട്ട് മൈസൂരിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ഹൃദയം അല്ലെങ്കിൽ ഒരു തല കട്ട് ചെയ്ത് വേറൊരു ഭാഗത്തേക്ക് പിടിപ്പിക്കുന്ന മാതിരിയുള്ള ഒരു പരിപാടിയാണ്. കാരണം മദ്രാശി മുതൽ മംഗലാപുരം വരെയുള്ള തീവണ്ടി ഗതാഗതത്തിൻ്റെ ഒരു എൻഡാണ്, ഒരു ടെർമിനൽ ഭാഗമാണ്, അല്ലെങ്കിൽ തലയാണ്, അല്ലെങ്കിൽ വാലാണ് ഈ പറയുന്ന മംഗലാപുരം. അത് വെട്ടിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കഴിക്കാൻ വെച്ചാൽ ഈ ഹയവദന എന്ന് പറയുന്ന ഒരു ഗിരീഷ് കർണാടകക്കാരനായിട്ടുള്ള നാടകത്താണ് ഒരു മനുഷ്യൻ്റെ കഴുത്തിൽ കുതിരയുടെ കഴുത്ത് വെച്ച് പിടിപ്പിച്ചതിനെ കുറിച്ചുള്ള ഒരു നാടകമാണത്. അപ്പോൾ മനുഷ്യൻ സംസാരിക്കുന്നത് കുതിരയുടെ ഭാഷയിലാണ്, കുതിര ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ ഭാഷയിലാണ്. അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അതേ തരത്തിൽ ദക്ഷിണ റെയിൽവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തീവണ്ടിപ്പാതയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ തലയെടുത്തിട്ട് മൈസൂരിലേക്ക് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അത് മൈസൂരുമല്ല, മംഗലാപുരവുമല്ല, കേരളവുമല്ല എന്ന് പറയുന്ന വല്ലാത്ത ഒരവസ്ഥയിലെത്തും. അതാണ് ഒന്നാമത്തെ കാര്യം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ചരിത്രത്തിൻ്റെ, മലബാർ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തീവണ്ടിപ്പാതയാണ്. ആ തീവണ്ടിപ്പാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടെർമിനൽ സ്റ്റേഷൻ മാറ്റുന്നതോടുകൂടി അതിൻ്റെ ചരിത്രം തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. അത് ദീർഘമായിട്ട് എന്തിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഈ തീവണ്ടിപ്പാതയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. തീവണ്ടിക്ക് ബോംബ് വെച്ച സംഭവങ്ങളുണ്ട്. തീവണ്ടിയുടെ കലുങ്കുകൾ, പാലങ്ങൾ ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. 42 ഉണ്ടായിട്ടുണ്ട്. കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്ന സംഭവം അതാണ്. ആ തരത്തിലുള്ള നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ. ഇപ്പോൾ മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയും അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ 30കളിൽ
ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് ജയിലിലേക്ക് അയക്കുന്നത് ഈ തീവണ്ടി പാതയിലൂടെയാണ്. അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നടന്നിരിക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ തീവണ്ടി പാത. അതാണ് അതിൻ്റെ ഒരു വൈകാരികമായ വശം. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയേറെ പ്രക്ഷുബ്ധരായിട്ട് മാറുന്നത്. രണ്ടാമത്തെ ഒരു വശം, ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം, ഇന്ത്യയിലെ തീവണ്ടി സമ്പ്രദായം, റെയിൽവേ സമ്പ്രദായത്തിൻ്റെ ഇപ്പോഴത്തെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ എവിടെയാണ് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത്, അവിടെ കൂടുതൽ തീവണ്ടി ഗതാഗതത്തിനുള്ള സൗകര്യങ്ങൾ വരും. കാരണം തീവണ്ടി ഗതാഗതത്തിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ തീവണ്ടി ഗതാഗതത്തെ, ചരക്ക് നീക്കത്തെ ആളുകൾ ഉപയോഗിക്കുന്നു എന്നാണ് അർത്ഥം. നിയമ